ഹായ് നമസ്കാരം. ഇന്നത്തെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ തയ്യാറാക്കി വെച്ചിരുന്ന സാമ്പാറാണ് ഇപ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇന്ന് സൺഡേ ആണ്, പള്ളിയിൽ പോകണം. അതിനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് 9 മണിക്കാണ് പള്ളിയിൽ തുടങ്ങുന്നത്. അതിന് മുമ്പായിട്ട് ചെയ്ത് തീർക്കണം. പള്ളിയിൽ പോകണം. കുറച്ച് ജോലികളൊക്കെ, എല്ലാം ഒന്നും ചെയ്തു തീർക്കാൻ പറ്റില്ലല്ലോ. ദോശയ്ക്കായിട്ട് മാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് തണുപ്പ് കൊണ്ടായിരിക്കും നല്ലതായിട്ട് ഇത് കുതിർന്ന് വന്നിട്ടില്ല. സ്വല്പം നേരം കൂടി ഇരിക്കട്ടെ. കഞ്ഞിയൊക്കെ അടുപ്പയിലിട്ട് ഇട്ടതേ ഉള്ളൂ. ഇട്ടത് കൊടുത്തതേ ഉള്ളൂ. പച്ചക്കറി നോക്കിയപ്പോൾ എല്ലാം തീർന്നു. ഏതാണ്ടൊക്കെ ഏതാണ്ടിരിപ്പുണ്ട്. പാത്രങ്ങളെല്ലാം വല്ലാതെ കിടക്കുകയാണ്. നടുക്കി വെച്ചേക്കണം. നിങ്ങളെങ്ങനെയാണ് ഫ്രിഡ്ജിൻ്റെ അകത്ത് പച്ചക്കറികളൊക്കെ സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞു തരാമോ? ഞാനിങ്ങനെയൊക്കെയാണ് ഇടുന്നത്. എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് സത്യം പറഞ്ഞാൽ അറിയില്ല. കണ്ടമാനം വാരി വലിച്ചിട്ടേക്കുക. എന്തൊക്കെയോ കുറച്ച് പച്ചക്കറികൾ മാത്രമേ ഉള്ളൂ, ഇനിയും വാങ്ങിക്കണം. എല്ലാം അവിയലും പരുവത്തിൽ കിടക്കുവാണ്. ഈ പച്ചക്കറികളൊക്കെ എന്തൊക്കെയുണ്ടെന്നൊക്കെ ഓരോ പാക്കറ്റ് തപ്പിപ്പറിച്ച് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ. കൊണ്ടുവരുന്ന പച്ചക്കറികൾ കവറോടെ അങ്ങോട്ട് താത്ത് വെക്കുകയാണ്. കവറുകൾ കിടക്കുന്നതാണ് ഉണ്ടോ? ഇത് ആ പച്ചക്കറി കട്ടയിലോട്ട് താത്ത് വെക്കുക. ഇന്നത് എന്തുവാന്നോ പിന്നീടാണ് തപ്പുക കിടന്ന് തപ്പും. എൻ്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ്. വേണ്ടാത്തൊക്കെ വാങ്ങിച്ചു കൂട്ടും. പല പാത്രത്തിൽ നാരങ്ങ എല്ലാം ഓരോ കവറ്. ഇങ്ങനെ ഞാനതിനകത്ത് കവർ നോക്കുക. ഇപ്പം കണ്ടാൽ നിങ്ങളോർക്കും ഹരിതകർമ്മസേനയിലെങ്ങാണ്ട് ജോലിയുണ്ട്, പേപ്പർ ഈ കവറുകളൊക്കെ തിരയുവാണെന്ന് ഓർക്കും. അതല്ല, പച്ചക്കറി ഇടുന്ന പാത്രങ്ങളാണ്. എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുക. ഇപ്പോഴും ഇന്ന് പാലുകാരൻ ഒരുപാട് താമസിച്ച് പോയി. അതുകൊണ്ട് ചായ ഇതുവരെയും കുടിച്ചില്ല. ചായ അനത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താണെന്നറിയാമോ? ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഒരു ഓയിലാണ്. തലേ തേക്കാൻ നേരം നോക്കിയപ്പം ഓയിലില്ലായിരുന്നു. ഞാൻ പെട്ടെന്നുണ്ടാക്കിയതാണിത്. ഇത് 2 ടീസ്പൂണ്, അതായത് 1 ടേബിൾ സ്പൂണ് ഉലുവ എടുത്ത് വറുത്ത്, നന്നായി വറക്കണ്ട, അത് കരിഞ്ഞു പോകണ്ട. ഏകദേശം ഒരു ചുമപ്പ് പരുവം തട്ടുമ്പോൾ അതെടുത്ത് മിക്സിയുടെ ജാറിൽ നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. അങ്ങ് തീരെ പൗഡർ കണക്ക് പൊടിയണമെന്നില്ല, തരിതരിപ്പായിട്ട് പൊടിഞ്ഞാൽ മതി. അതിനുശേഷം ചില്ലുകുപ്പിയിൽ 2 സ്പൂണ് പൊടി ചില്ലുകുപ്പിയിലാക്കിയിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിൻ്റെ കൂടെ ആവണക്കെണ്ണ ഉണ്ടെങ്കിൽ കൂടെ ചേർക്കാം. ഇത് പൊടിയും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് വേണമെങ്കിൽ ഇപ്പോൾ പൊടിയിട്ട് തയ്യാറാക്കുമ്പോൾ തന്നെ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ കുളിക്കാൻ നേരം നമ്മൾ തലയിൽ എണ്ണ തേക്കുമല്ലോ, അതിന് മുമ്പായിട്ട്
ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അത് ഇതിൻ്റെ അകത്ത് ഈ ഒരു ചെറിയ പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ എടുത്ത ശേഷം തലയിൽ പുരട്ടാം. ഇത് താരന്, മുടി വളരുന്നതിന്, താരൻ മാറുന്നതിന് എല്ലാം, ഉള്ള് വർദ്ധിപ്പിക്കുന്നതിന്, മുടി കൊഴിച്ചിൽ മാറുന്നതിന് എല്ലാം നല്ല അത്യുത്തമ ഒരു ഓയിലാണ് ഇത്. ഞാൻ പച്ചില കൊണ്ട് ഒരുപാട് പച്ചിലകൾ പറിച്ചിട്ട് കാച്ചാറ് പതിവുണ്ട്. പക്ഷേ എനിക്ക് രാത്രിയായി ഏകദേശം. അപ്പം പിന്നെ ഞാൻ നോക്കിയപ്പോൾ എണ്ണ തീർന്നു പോയി. പെട്ടെന്ന് ഞാൻ അലത്തിയതാണ് ഈ എണ്ണ. ഇതും സൂപ്പർ എണ്ണയാണ്. ഇത് പരീക്ഷിച്ച് നോക്കുക, നല്ല എണ്ണയാണ്. ഇതിൻ്റെ ഞാൻ തയ്യാറാക്കിയത് വേണമെങ്കിൽ ഈ ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം. അതുപോലെ തന്നെ ഒരു ഫേസ് പായ്ക്കാണിത്. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നറിയാമോ? ഞാൻ കുളിക്കുന്നതിന് മുമ്പായിട്ട് പലതും പുരട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ ചില ദിവസങ്ങൾ ഇത് തീരുമ്പോൾ വേറെ ഒരെണ്ണമായിരിക്കും ഞാൻ പുരട്ടുന്നത്. പിന്നെ കുളിക്കുന്നതിന് മുമ്പായിട്ടാണ് ഈ പരീക്ഷണങ്ങളെല്ലാം കാണിക്കുന്നത്. ഇത് ഉരുളക്കിഴങ്ങും തക്കാളിയും തേനും. ഉരുളക്കിഴങ്ങും തക്കാളിയും നന്നായി മിക്സിയിൽ അരയ്ക്കണം, പേസ്റ്റ് രൂപത്തിൽ അരച്ചതിന് ശേഷം തേനൊഴിച്ച് മിക്സ് ചെയ്ത് നമ്മുടെ ആവശ്യാനുസരണം മുഖത്ത് പുരട്ടാനുള്ളത് ഒരു ചെറിയ സ്പൂണും കൊണ്ട് ഈ ഡപ്പിയിൽ നിന്ന് എടുക്കാം. ഈ ബോട്ടിലിൽ ഇങ്ങനെ ഒഴിഞ്ഞ ഒരു ബോട്ടിലിൽ നിറച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത് തീരുന്നിടം വരെ നമുക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം, അല്ലെ ഇത് തന്നെ കണ്ടിന്യൂസ് ചെയ്യാം. ഇത് നല്ലൊരു ഫേസ് പായ്ക്കാണ്. കുറച്ച് വെണ്ടയ്ക്ക കിടപ്പുണ്ടായിരുന്നേ. നിങ്ങളവർക്ക് എന്ന് ഇവർക്ക് വെണ്ടയ്ക്കായേ ഉള്ളൂ മെഴുക്ക് പുരട്ടി വയ്ക്കാൻ. ഇവിടെ മെഴുക്ക് പുരട്ടി എന്നാണ് ഇവിടെ ഈ ജില്ലയിലൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ, മലപ്പുറം അങ്ങനെയൊക്കെയുള്ള ഭാഗത്തായിരിക്കും ഉപ്പേരി എന്ന് പറയുന്നത്, പാലക്കാട് ഒക്കെ പറയുന്നത്. ഇവിടെ എല്ലാവരും പറയുന്നത് മെഴുക്ക് പുരട്ടി എന്നാണ് പറയുന്നത്. ഞാൻ അതിനായിട്ട് സവാള ഇട്ട് വെണ്ടയ്ക്കാണെങ്കിൽ കുറച്ച് ദിവസം ഇത്തിരി ദിവസം എന്തായാലും വാടി വഴന്ന് ഞാൻ പിന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തപ്പം നോക്കിയപ്പം നല്ലതാണ് ഇരിക്കുന്നു. ഞാൻ പച്ചമുളകും വെണ്ടയ്ക്കായും ഒരു സവാളയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. രാവിലെ ചെറുതായിട്ട് മഴ ഒരു ട്രിപ്പ് കഴിഞ്ഞു. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? ഇവിടെ എന്നാൽ മഴ ശക്തിയായിട്ട് പെയ്യുന്നുമില്ല, ചുമ്മാ കരഞ്ഞു വിളിക്കുന്നത് പോലൊരു പെയ്ത്ത് വന്നു, അങ്ങനെ അങ്ങ് പോവുകയാണ്. എന്നാൽ പരിസരമെല്ലാം നനഞ്ഞ് കുതിർന്നളിഞ്ഞ് കുളിഞ്ഞ് കിടക്കുകയാണ്. മുറ്റത്തോട്ടിറങ്ങാൻ തോന്നുകയില്ല. അങ്ങനത്തെ ആ ഒരു പന്ന മഴയാണ് ചെയ്യുന്നത്. മനുഷ്യനെ കൊണ്ടൊരു ജോലി ചെയ്യിപ്പിക്കുകയുമില്ല, മഴ പെയ്യുമോ അതുമില്ല. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു മഴയാണ്. അവിടെയൊക്കെ മഴയുണ്ടോ? നല്ല കാലാവസ്ഥയാണ്. എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ എല്ലായിടത്തും ഇങ്ങനെയായിരിക്കും മഴയെന്ന്.
ദോശക്കുള്ള മാവാണ് ഇതുവരെ ആയിട്ട് ശരിയായിട്ട് കുതിർന്ന് വന്നിട്ടില്ല. ഞാൻ ഉപ്പും വെള്ളവും കൂടെ ചേർത്തുള്ള ഒരു ഉപ്പുനീര് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പ് പൊടി ഇട്ടാൽ അങ്ങും ഇങ്ങോട്ട് പൊടി ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും. അതുകൊണ്ട് ഞാൻ ഉപ്പ് അലിയിച്ചാണ് ഒഴിക്കുന്നത്. ഇതേനെ കുറച്ചുണ്ടാക്കണം. ഞാൻ രാവിലെ ഞായറാഴ്ച ദിവസം രാവിലെ കഴിക്കാറില്ല. കുറച്ച് മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കി മാവെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇത് കുതിർന്നിട്ടുമില്ല ശരിക്കും, തണുപ്പായതുകൊണ്ടായിരിക്കും. ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം. താങ്ക് യു.